ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്നാണ് എനിക്ക് ഡെൻ്റൽ ക്ലിനിക്കിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയ ദിവസം. രാവിലെ ആണെങ്കിൽ നല്ല മഴയും. അങ്ങനെ ഞാനും അമ്മയും കൂടി ഇന്ന് നടന്നു പോവുകയാണ്. പള്ളിയുടെ ഫ്രണ്ടിലൂടെയുള്ള വഴിയിലൂടെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ചെറിയൊരു തോടാണ്. അതിന് നടുവിലൂടെയാണ് ഈ ഒരു വഴി പോകുന്നത്. ഇതല്ലാതെ നമുക്ക് റോഡിലൂടെയും പോവാം. മഴയൊക്കെ അല്ലേ, ഈ കുടയും പിടിച്ച് റോഡിൽ തിരക്കിലൂടെ പോകണ്ടല്ലോ എന്നോർത്ത് കൂടുതൽ നടന്നു പോകാൻ വേണ്ടി ഈ ഒരു വഴിയാണ് ചൂസ് ചെയ്യുന്നത്. മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടന്നു പോകാനും നല്ല രസമാണല്ലോ. ആ ഒരു വഴി കൂടെ സ്ട്രെയിറ്റ് പോവുകയാണെങ്കിൽ പള്ളിയുടെ കോമ്പൗണ്ടിനുള്ളിലെത്തും. നേരത്തെയൊക്കെ കോമ്പൗണ്ടിനുള്ളിലേക്ക് വണ്ടി കയറ്റുമായിരുന്നു. ഇപ്പോൾ വാഹനമെല്ലാം വരാതിരിക്കാൻ വേണ്ടി കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആക്കിയിട്ടുണ്ട്. സ്കൂളിൽ അസംബ്ലി നടക്കുന്ന ടൈമായിരുന്നു. ഓരോ കുഞ്ഞു കുട്ടികൾ ലേറ്റായിട്ട് സ്കൂളിലേക്ക് വരുന്നുണ്ട്. കളർ ഡ്രസ്സൊക്കെ ഇട്ട് മഴയൊക്കെ നനഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ ഏതായാലും നമ്മൾ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് എത്താറായി. ഇത് പാരിഷ് ഹാളിൻ്റെ ഫ്രണ്ടിൽ, അതായത് പള്ളിയുടെ ആരാധനാലയത്തിൻ്റെ പോർഷനാണ്. അങ്ങനെ റോഡിലെത്തിയപ്പോഴേക്കും മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങുമ്പോഴുള്ളത്ര മഴയില്ല. പക്ഷേ അപ്പോഴാണ് ട്വിസ്റ്റ് ഉണ്ടായത്. മഴ അതികഠിനമായി കടുക്കാൻ പോവുകയാണെന്ന് ഞാനപ്പോൾ വിചാരിച്ചില്ല. ഞങ്ങളങ്ങനെ നടന്നു പോകുന്നിരിക്കാൻ നേരത്ത് ഒരു ചേട്ടൻ വഴിയരികിലിരുന്ന് വീടിൻ്റെ സൈഡിലുള്ള പുല്ലൊക്കെ വെട്ടി റോഡ് സൈഡ് ക്ലീൻ ആക്കുന്നുണ്ടായിരുന്നു. ആ മതിലിൻ്റെ സൈഡിലെല്ലാം പുള്ളിക്കാരൻ ക്ലീൻ ആക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കുമാണ് മഴ പെട്ടെന്ന് കൂടാൻ തുടങ്ങിയത്. ഞങ്ങൾ അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്തതും മഴ കൂടിയതും ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ ഓൾറെഡി കടക്കരപ്പള്ളിയിൽ എത്തിയത് കൊണ്ട് തന്നെ മഴയെക്കുറിച്ച് ഒത്തിരി ബോധേഡായിരുന്നില്ല. ക്ലിനിക്ക് ഇവിടെ തൊട്ടടുത്താണ്. വഴിയരികിൽ പഴയ മോഡൽ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് കുറേ അപ്പൂപ്പന്മാരൊക്കെ ഇരുന്ന് സംസാരിച്ചിരിക്കുന്നു. അവർക്ക് ഇതൊക്കെ ആയിരിക്കുമല്ലേ ഒരു എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെ ഏതായാലും സംസാരിച്ചും നടന്നും ഓൾറെഡി ക്ലിനിക്കിനടുത്തെത്തി ചെന്നപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് എനിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഡോക്ടർ പറഞ്ഞ ടൈമിനേക്കാളും 2-3 മിനിറ്റ് നേരത്തെ തന്നെ എത്തിയിരുന്നു. അവിടെ ഇരുന്ന് ബോറിംഗ് ആയതുകൊണ്ട് അവിടെയുള്ള ബുക്സൊക്കെ എടുത്ത് മറിച്ച് നോക്കിക്കൊണ്ടേയിരുന്നു. ലാസ്റ്റ് ഒരു 10:05 ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ എത്തി. അത്യാവശ്യം മഴയുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡോക്ടർ വന്നു. ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. കൺസൾട്ടേഷന് ശേഷം ഡോക്ടർ എൻ്റെ ആ ഒരു പല്ല് എടുത്ത് കളഞ്ഞു. വിസ്റ്റം ടൂത്ത് ആയതുകൊണ്ട് ചെറിയ പെയിൻ ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ആൻറ്റിബയോട്ടിക് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു. മാത്രമല്ല ഇന്ന് തണുത്ത ഫുഡ് ഐറ്റംസ് മാത്രം കഴിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിനാൽ ഞാനും അമ്മയും കൂടെ ബേക്കറിയിൽ പോയിട്ട് എനിക്ക് വേണ്ട ഫ്രൂട്ട്സ് വാങ്ങി. ഫ്രൂട്ട്സ് മാത്രമല്ലല്ലോ, ഡോക്ടർ പറഞ്ഞത് ഫസ്റ്റ് തന്നെ ഈ കോട്ടൺ എടുത്ത് മാറ്റിയിട്ട് ഐസ്ക്രീം കഴിക്കണമെന്നായിരുന്നു. അപ്പോൾ അതേതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനൊരു ഐസ്ക്രീമൊക്കെ വാങ്ങി. കൂടാതെ എനിക്ക് ആവശ്യപ്പെട്ട ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ അമ്മ വാങ്ങി തന്നു. ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്ത് വേഗം അവിടെ നിന്ന് ഇറങ്ങി. മഴ കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്താനുള്ള ധൃതിയിൽ ഞങ്ങൾ വേഗം അവിടെ ചെന്ന് ബില്ലൊക്കെ പേ ചെയ്തു. അവിടെ കുറേ സ്നാക്സൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പല്ലില്ലാത്തതുകൊണ്ട് ഇപ്പോൾ അത് കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയല്ല, പല്ലുണ്ട്, ബാക്കി പല്ലൊക്കെ ഉണ്ട്. ഒരു പല്ലെടുത്തല്ലോ, അതുകൊണ്ട് കഴിക്കാൻ പറ്റില്ലല്ലോ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കൊടുത്തു. ഞങ്ങൾ ഓട്ടോയിൽ കയറി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി ചെന്നിട്ട് ഇത് ജ്യൂസാക്കി കുടിക്കണം. കോട്ടനൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഐസ്ക്രീമും കഴിക്കണം. അത്രയേ ഉള്ളൂ. ബൈ.